ശ്രീ AG ജോർജ്, ഇവിടെ കേരളം കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ ഒരു ആസൂത്രിത കൊള്ള എന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നു. കൊള്ളയല്ല, പണമിടപാട്. അതിന് യാതൊരു രേഖകളുമില്ല. പ്രത്യേകിച്ച് 2.7 കോടി വീണ തൈക്കണ്ടിക്ക് മാത്രം. അത് എന്തിന് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി നിലനിൽക്കുകയാണ്. അതോടൊപ്പം 182 കോടിയുടെ അനധികൃത പണമിടപാടും കണ്ടിട്ടുണ്ട്. അതായത് കള്ള ബില്ലുകൾ ഉണ്ടാക്കി CMRL മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ഇനിയാണ് ശേഖരിക്കാനിരിക്കുന്നത്. പക്ഷേ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് ഇനി തുടർന്നു വരുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ഈ 182 കോടി എന്നുള്ള വലിയ തുക വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും സ്ഥാപനങ്ങൾക്കുമായി വീതിച്ചു നൽകി എന്നുള്ളതിന് അടിസ്ഥാനപരമായ ചില തെളിവുകളില്ല. അതായത് പണം നേരിട്ട് കൈമാറിയത് കൊണ്ട് തന്നെ അക്കൗണ്ടബിൾ മണി എന്നുള്ളതിൽ വരുന്നില്ല. പക്ഷേ നമുക്കറിയാം, വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ വീണ വിജയന് 1.7 കോടി ആദ്യം കൈമാറുന്നത് ബാങ്കിലൂടെ തന്നെയായിരുന്നു. അതിൻ്റെ സേവനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് സേവനമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ആദ്യം തന്നെ അത് CMRL ഇൻകം ടാക്സ് അടച്ച് അതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് എന്തിനാണ് ഈ കമ്പനി വീണ വിജയൻ ഇത്രയധികം പണം നൽകിയത് എന്നുള്ള അന്വേഷണത്തിലോട്ട് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ഗുരുതരമായ ഘട്ടത്തിലേക്ക് ഇത് കടക്കുന്നത്. എന്തായാലും CMRL നടത്തിയ ഈ ഇടപാടുകൾ, ഒന്ന് ഇതര രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്ക് ഒരു ഭാഗത്ത്, രണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിൽ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക്. എങ്ങനെയാണ് താങ്കൾ ഇത്ര വലിയ കോടികളുടെ ഈ പണമിടപാടിനെ നോക്കിക്കാണുന്നത്? ഇവർ ഈ ഭരണത്തണലിൽ ഈ സ്വാധീനം ഉപയോഗിച്ച് ഇത്രയൊക്കെ കോടികൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ഇരട്ടി കോടികൾ സ്വന്തമായും നേടിയിട്ടുണ്ടാകില്ലേ പല രൂപത്തിൽ? രോഹിണി, കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയുടെ ഏറ്റവും ഒടുവിലത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഒരു സ്ഥിതിയിലേക്കിപ്പോൾ കേരള രാഷ്ട്രീയം എത്തി നിൽക്കുകയാണ്. ഇത്രയും ഗുരുതരമായ ആരോപണത്തിന് വിധേയനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്ന് വരെ അധികാരത്തിലുണ്ടോ എന്ന കാര്യം വളരെ സംശയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പലവട്ടമായി അധികാരത്തിലിരുന്നിട്ടുണ്ട്. അതികായന്മാരായ നേതാക്കന്മാർ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. EMS മുതൽ ഇങ്ങോട്ട് VK നായനാരാകട്ടെ, PS അച്യുതാനന്ദനാകട്ടെ തുടങ്ങിയ വളരെ പ്രശസ്തരായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത മന്ത്രിസഭ ഈ കൊച്ചു കേരളത്തെ അനേക വർഷങ്ങൾ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ ഇതുപോലെയുള്ള ഒരു നാണം കെട്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി ദയനീയമായി പതിഞ്ഞതായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല. രോഹിണി ചോദിച്ച ചോദ്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. രോഹിണി, ഇതിൻ്റെ ഒരു നാൾ വഴി വളരെ ലളിതമായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഈ പറയുന്ന മാസപ്പടി കേസെന്ന് വളരെ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ സംഭവം തുടങ്ങുന്നത് 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ്. ഇവിടെ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്നതായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനമാണ്. അതൊരു അന്വേഷണ ഏജൻസിയല്ല. കാരണം ആദായ നികുതിയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തിട്ട് ആ ശിക്ഷയിൽ നിന്ന് മറ്റുള്ളവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു അധികാരം മാത്രമേ ഈ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിന് ഉള്ളൂ. അത് അവർ കണ്ടുപിടിച്ചു. ക്രമക്കേടുകളാണെന്ന് കണ്ടുപിടിച്ചതിൻ്റെ ഫലമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ GST ഉൾപ്പെടെയുള്ള പണം അടച്ചിട്ട് അവർ അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അതിനുശേഷമാണല്ലോ ഇവിടെ ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നത്. അതുണ്ടാകുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന കമ്പനി നിയമങ്ങളുടെ പരമാധികാരിയായിട്ടുള്ള ബാംഗ്ലൂർ അടിസ്ഥാനമായിട്ടുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിൽ എന്ന് അവർ കണ്ടെത്തിയത്. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീണ വിജയൻ്റെ ഉടമസ്ഥതയുള്ള എക്സാലോജിക് കമ്പനിയുമായി ശ്രീധരൻ കർത്ത എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തി CMRL എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമയായിട്ടുള്ള ആൾ നടത്തിയതായിട്ടുള്ള ഏർപ്പാടുകൾ എല്ലാം വ്യാജമായിരുന്നു. അതിനകത്ത് ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ട് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടുപിടിച്ചപ്പോഴാണ് ഇത് അന്വേഷിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ എന്ന ആ ഒരു തീരുമാനത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അവരുടെ നിയന്ത്രണത്തിലുള്ള SFIO എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. SFIO എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ആവർത്തിക്കുന്നില്ല. വളരെ ശക്തമായിട്ടുള്ള അധികാരമുള്ള
ഗവൺമെൻറ്റിൻ്റേതായ നിയന്ത്രണത്തിലുള്ളതാണെങ്കിൽ പോലും സ്വതന്ത്രമായ അന്വേഷണ അധികാരവും പ്രോസിക്യൂഷൻ അധികാരവുമുള്ളതായിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ SFIO എന്ന് പറയുന്നത്. അവിടെയാണ് ഇതിൻ്റെ വ്യാപ്തി കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇത് 1.72 കോടിയിൽ ആരംഭിച്ചെങ്കിലും ഇത് ആയിരക്കണക്കിന് കോടിയിലേക്ക് എത്തി നിൽക്കുകയാണിപ്പോൾ. ഇതിനകത്തിപ്പോൾ എക്സാലോജിക്കിൻ്റെ വീണ വിജയനും അല്ലെങ്കിൽ ഈ CMRLൻ്റേതായിട്ടുള്ള ശ്രീധരൻ കർത്ത മാത്രമല്ല, അല്ലാതെ തന്നെ വലിയ വൻ തോക്കുകൾ, വൻ സ്രാവുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അധികം താമസിയാതെ അന്വേഷണത്തിൽ പുറത്തു വരാൻ പോവുകയാണ്. ഇതിനകത്ത് PMLA കേസുണ്ട്. അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കുറ്റങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ചതായിട്ട് ഈ SFIO കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാകാൻ പോവുകയാണ് രോഹിണി. അങ്ങനെ വരുമ്പോഴാണ് രോഹിണി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് ശ്രീധരൻ കർത്തായും വീണ വിജയനും മാത്രമായിട്ടുള്ള ഒരു ഇടപാടായി അവസാനിക്കുകയില്ല. മറിച്ച് ഇതിനകത്ത് ആരെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടോ, അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ആരെല്ലാം വ്യക്തിപരമായിട്ടും പാർട്ടിയായിട്ടും ഇടപെട്ടിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരാനുള്ള സമയമായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നാം കാണേണ്ടതായിട്ടുള്ള കാര്യം. ഇവിടെ ഒരു ശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ അഴിമതിയല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് ഈ വീണ വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടി പറയട്ടെ, ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് ഒരു BTech പാസ്സായിട്ട് അടുത്ത വണ്ടിക്ക് ബാംഗ്ലൂരിൽ പോയി ഒരു വലിയ കമ്പനിയുടെ ഒരു ഉടമയാവുക, അതിൻ്റെ CEO ഒക്കെ ആവുക എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതായിട്ടുള്ളൊരു സംഗതിയല്ല. അന്വേഷിച്ചു വന്നപ്പോൾ എന്താ കണ്ടത്? ഇത് മുഖ്യമന്ത്രിയുടെ മകളാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുമ്പോൾ എന്ത് കടലാസ് കമ്പനി ആയാലും അതിൻ്റെ പിന്നാലെ പോയി മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചു പറ്റാൻ കഴിയുന്നതിൻ്റെ ഒരു ഉപകരണമായി ഈ വീണ വിജയനെ ഉപയോഗിക്കാമെന്ന് കണ്ടപ്പോഴാണ് അതിബുദ്ധിമാനായ CMRLൻ്റെ കമ്പനിയുടെ ഉടമയായിട്ടുള്ള ഈ ശ്രീധരൻ കർത്ത രംഗത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ വീണ വിജയനോടുള്ള സ്നേഹമൊന്നുമല്ല രോഹിണി, അതാണ് ഇതിനകത്തെ കാതലായിട്ടുള്ള പ്രശ്നം. എങ്ങനെയാണ് ഈ പറയുന്ന ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യാതൊരു വ്യാവസായിക പശ്ചാത്തലവും ഇല്ലാത്ത ഒരാൾ വന്ന് ബാംഗ്ലൂരിൽ പോയി ഒരു വലിയ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങുകയാണ്? നമുക്കറിയാം, ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ IT നഗരമാണ്. അവിടെയൊക്കെ ഈ പരൽമീനുകളൊക്കെ എത്ര കാലം നിലനിൽക്കാനായി സാധിക്കും? അപ്പോൾ അവിടെയെല്ലാം തുടങ്ങുമ്പോൾ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ലേബൽ? എന്താണ്? ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളാണ്. അവർ നേരിട്ട് പറയുന്നില്ലെങ്കിലും പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അങ്ങനെ വന്നപ്പോൾ കരിമണൽ വ്യവസായത്തിൻ്റെ അഗ്രഗണ്യനായിട്ടുള്ള ശ്രീധരൻ കർത്തായിക്ക് കേരളത്തിൽ അവിഹിതമായി കരിമണൽ ശതകോടികൾ വിലപിടിക്കുന്നതായ കരിമണൽ വ്യവസായം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഏറ്റവും നല്ല ഉപകരണമായി അയാൾ കണ്ടുപിടിച്ചത് ഈ മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ ഈ വീണ വിജയൻ നടത്തുന്നതായ കടലാസ് കമ്പനിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് വളരെ തന്ത്രപരമാണ്, വളരെ ആസൂത്രിതമാണ്. ഇത് നന്നായി പഠിക്കണം. പഠിക്കുന്നവർക്ക് മാത്രമേ ഈ സാധാരണ പൊതുസമൂഹത്തിന് പോലും കാര്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിച്ചിട്ടുണ്ട് എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ശ്രീധരൻ കർത്ത ഈ വീണ വിജയൻ നടത്തുന്നതായ കമ്പനിയുമായി ഒരു ഇടപാടുണ്ടാക്കുന്നു. ആ ഉടമ്പടി രോഹിണി അത് തന്നെ വ്യാജ ഉടമ്പടിയാണ്. കാരണം ഇവർ നൽകുന്ന സേവനത്തിൻ്റെ പ്രതിഫലം എന്ന പേരിൽ 1,72,00,000 രൂപ 3 വർഷമായി വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ശ്രീധരൻ കർത്ത കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതാരും നിഷേധിച്ചിട്ടില്ല, അത് കൈപ്പറ്റിയതായി കാണുന്നു. പിന്നീട് വന്ന എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണ്ടെത്തൽ എന്താണ്? ഇത് 1.72 കോടിയല്ല, ഇത് 2.7 കോടിയായി വളർന്നിരിക്കുന്നു ഈ ബാധ്യത എന്നത് ഇപ്പോൾ പ്രകടമായിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ വളരെ ഉന്നതന്മാരായിട്ടുള്ളതാണ്. ശതകോടികളുടെ ഇടപാടുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അത് മുഴുവൻ വ്യാജ ഇടപാടാണ്. ഒരു കാര്യം കൂടെ ആമുഖത്തിൽ ഞാൻ പറയാം. ഇപ്പോൾ മധുര അവിടെ മുഴുവൻ പാർട്ടിയുടെ കോൺഗ്രസ് നടക്കുകയാണല്ലോ. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ നിങ്ങളൊക്കെ കേട്ടിരിക്കുമല്ലോ, അവിടെ വലിയ പ്രശ്നമായിരിക്കുന്നു. അതായത് അവിടെ പ്രകാശ് കാരാട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഒരു അസ്മാദിയാണല്ലോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഒരു ചങ്ങാത്തം സീതാറാം യെച്ചൂരി ഇരുന്ന കാലത്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താ സംഭവിച്ചിരിക്കുന്നത്? സീതാറാം യെച്ചൂരിയൊക്കെ പോയപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രകാശ് കാരാട്ട് ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, ഇത് നമുക്ക് നിയമപരമായും രാഷ്ട്രീയമായും
ഇതിനെ നേരിടണം എന്ന് അദ്ദേഹം ഒരു എളുപ്പമില്ലാതെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവിടെ വിവേകമുള്ള ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പർ പറഞ്ഞു, ഇതങ്ങനെ കാണാൻ സാധ്യമല്ല. ഇതിനകത്ത് ആരാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അവർ ഇതിന് പ്രതിരോധം സൃഷ്ടിക്കണം, അവർ നിയമപരമായ പരിഹാരം കാണണം. നമുക്കറിയാം ഒരു വാക്യം കൂടെ, ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരായി മയക്കുമരുന്ന് പോലുള്ള തുടർ കേസുകൾ ഉണ്ടായപ്പോൾ അന്ന് ഇതുപോലെ പാർട്ടിക്കൊരു പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ ഇത് ആര് നേരിടണം എന്ന് പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ കൈവിട്ടല്ലോ മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ കൈവിട്ടെങ്കിൽ പിണറായി വിജയൻ്റെ മകളെ കയ്യിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയന് കൊമ്പുണ്ടോ അല്ലെങ്കിൽ വീണ വിജയന് കൊമ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഇവർ ഉത്തരം പറഞ്ഞെങ്കിലേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ സങ്കീർണമായിട്ടുള്ള സംഗതിയാണ്. നേരത്തെ എൻ്റെ ബഹുമാനപ്പെട്ട ഷാജി പറഞ്ഞതുപോലെ ഉളുപ്പുണ്ടെങ്കിൽ ഒരു നിമിഷം വൈകാതെ അധികാര കസേരയിൽ നിന്ന് പുറത്തിറങ്ങി മാന്യമായി ഈ പറയുന്ന കണ്ണൂർ ജില്ലയിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭവനത്തിൽ പോയി ശിഷ്ടായുസ് കഴിക്കണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം പറയുന്നത്. അതെ.